നമസ്കാരം, സാറാണ്. സുഖമായിട്ടിരിക്കുന്ന നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ ഇപ്പം ക്രിസ്മസ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാധനം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. ഷുവറാണ്, ചോദിച്ചിരിക്കും. അപ്പം അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നിങ്ങൾ ഇനി പരീക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ട ആ ഭാഗങ്ങളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇപ്പോൾ റെഡിയാണല്ലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ഹ്യൂമൻ റിപ്രൊഡക്ഷൻ ആണ്. ചെറിയൊരു ചാപ്റ്ററാണ്. അതിലൊരു 8-9 ടോപ്പിക്സ് അല്ലെ 8-9 ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ആ 9 ഭാഗങ്ങൾ അല്ലെ 10 ഭാഗങ്ങൾ എന്താണെന്നാണ് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ റിപ്രൊഡക്ഷനിൽ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിനകത്ത് ചോദ്യം എന്ന് പറഞ്ഞാൽ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഓരോ ഡക്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓർമ്മയുണ്ട? ഇല്ല. ആ സ്പേം കടന്നു പോകുന്ന എവിടെ സ്പേം ഉണ്ടാകുന്നത്? സെമിനിഫറസ് ട്യൂബുകൾ. ആ സെമിനിഫറസ് ട്യൂബുകൾ മുതൽ ആ സ്പേം കടന്നു പോകുന്ന ഓരോ വഴി അവസാനം അത് പെനിസിൽ പുറത്തേക്ക് വരുന്നിടം വരെയുള്ള ആ കുറേ ഡക്റ്റുകളുണ്ടല്ലോ, ആ ഡക്റ്റുകളുടെ ഫ്ലോ ചാർട്ട് എഴുതാനാണ് മിക്കവാറും ചോദിക്കുന്നത്. മൂവ്മെൻറ്റ് ഓഫ് സ്പേം ത്രൂ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചുള്ള സ്പേമിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ ഫ്ലോ ചാർട്ട് വയ്ക്കും. പിന്നെ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡക്റ്റുകളുടെ കൂട്ടത്തിൽ ഇതിലൊരു 2-3 ഡക്റ്റ് എടുത്ത് ഇപ്പോൾ എന്താണ് വാസ എഫറൻഷ്യ, റെറ്റ ടെസ്റ്റിസ് അല്ലെ എപ്പിഡിഡിമിസ്, അതിനോടൊപ്പം ഫാലോപ്പിയൻ ട്യൂബ് കൂടെ ഇട്ട്. അപ്പോൾ ഫാലോപ്പിയൻ ഫൈൻഡ് ഓഡ് വൺ ആൻഡ് ഗിവ് റീസൺ എന്ന് പറഞ്ഞു. ഫാലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവിഡക്റ്റാണ്, അത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഓഡ് വണ്ണിനെ കണ്ടെത്താൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം കൂടി ഇതിനകത്ത് ചോദിക്കുക. അപ്പോൾ ആ ഡക്റ്റുകളുടെ ആ ഫ്ലോ സെമിനിഫറസ് ട്യൂബുകളിൽ തന്നെ ഓർക്കണം 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്, ജേർമിനൽ സെൽസ് അതുപോലെ തന്നെ സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽ ചോദിച്ചിട്ടുണ്ട്. എന്താ സെർട്ടോളി? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സെർട്ടോളി സെൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുക. അതിൻ്റെ മെച്ചുറേഷൻ സാധ്യമാകുന്നത് സെർട്ടോളി സ്പേമിൻ്റെ മെച്ചുറേഷൻ സാധ്യമാകുന്നത് സെർട്ടോളി സെല്ലിൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ സെമിനിഫറസ് ട്യൂബുകളിൽ സ്പേം ഉണ്ടാകുന്നു. അത് ടെസ്റ്റിസിൻ്റെ പിൻഭാഗത്തുള്ള റെറ്റ ടെസ്റ്റിസ് വരുന്നു. അവിടെ നിന്ന് വാസ എഫറൻഷ്യ വഴി വെളിയിലേക്ക് എപ്പിഡിഡിമിസിൽ താൽക്കാലിക സംഭരണം നടക്കുന്നു. അവിടെ നിന്ന് വാസ് ഡെഫറൻസ് വഴി മുകളിലേക്ക് കയറി വരുന്നു, അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് കയറി വരുന്നു. എന്നിട്ട് എന്താണ് കിഡ്നിയിൽ നിന്ന് യൂറിറ്റേഴ്സ് വഴി, അതിനു മുമ്പ് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഗ്ലാൻഡ് ഉണ്ട്. അതിൽ നിന്ന് വരുന്ന സെമിനൽ വെസിക്കിളിൽ നിന്ന് വരുന്ന ഡക്റ്റുമായിട്ട് കൂടിച്ചേർന്നിട്ട് ജാക്കുലേറ്ററി ഡക്റ്റ് ആകുന്നു. അതിനുശേഷം യൂറിനറി ബ്ലാഡറിൽ നിന്ന് വരുന്ന യൂറിത്രയിലേക്ക് വന്ന് ഓപ്പൺ ചെയ്യുന്നു, വെളിയിലേക്ക് പോകുന്നു. ഇത്രയാണ് ആ ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് പഠിച്ചോണം. പിന്നെ ഒരു കാര്യം, ടെസ്റ്റിസിനകത്തുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇടയ്ക്കുള്ള കുറേ സെൽസ് ഉണ്ട്, ഓർമ്മയുണ്ടോ? ഇൻറ്റർസ്റ്റിഷ്യൽ സെൽസ് ഓർ ലെയ്ഡിക് സെൽസ്. ആ ലെയ്ഡിക് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്. എന്താ? മെയിൽ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കുന്നത്. അത് ഒന്ന് ഓർമ്മ വേണം. ലെയ്ഡിക് സെൽസ് അല്ലെ ഇൻറ്റർസ്റ്റിഷ്യൽ സെൽസ്. അപ്പോൾ ഇത്തരം കാര്യമാണ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുമ്പോൾ അവിടെ എന്താണ് റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് ഇസ്തുമസ്, ആംബിള, അതുപോലെ ഇൻഫൻറ്റിബുലം, അതുപോലെ ഫിംബ്രിയയുടെ റോള് ചോദിച്ചിട്ടുണ്ട് പ്രാവശ്യം. അപ്പോൾ ഈ ഒരു ഭാഗം ഇസ്തുമസ് ആംബുലറി ജംഗ്ഷൻ ഒന്ന് ഓർമ്മ വേണം, കാരണം അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊന്ന് ഓർമ്മ വേണം. പിന്നെ പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഗ്യാമറ്റോജെനിസിസ് ആണ്. What do you mean by gametogenesis? അല്ല ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഗ്യാമറ്റോജെനിസിസ്. ഗ്യാമറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എഗ്ഗും സ്പെർമ. ജെനിസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ, സ്പേം ഉണ്ടാകുക അല്ലെങ്കിൽ ഓവം ഉണ്ടാകുക. അതിൽ പറഞ്ഞ പേരാണ് ഗ്യാമറ്റോജൻ. അപ്പോൾ അത് തന്നെ 2 തരത്തിലുള്ള സ്പേം ഉണ്ടാകുന്നതിന് സ്പെർമാറ്റോജെനിസിസും ഓവം ഉണ്ടാകുന്നതിന് ഊജെനിസിസ് എന്ന് പറയും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ സ്പെർമാറ്റോജെനിസിസ് എഴുതിയിട്ട് സ്ട്രക്ചർ ഓഫ് സ്പേം അത് പഠനം ചിലപ്പം തരും, അത് പകർത്തി ചെയ്തിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കുന്നു. അപ്പോൾ സ്പെർമാറ്റോജെനിസിസും ഊജെനിസിസും ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെർമാറ്റോജെനിസിസ് പറയുമ്പോൾ നമുക്ക് അറിയാം, സ്പെർമാറ്റോജെനിസിസിൽ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാം. ഒന്ന് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഉണ്ടാകുക, രണ്ടാമത്തത് സ്പെർമിയോജെനിസിസ്. അതായത് ആദ്യത്തെ ഘട്ടം ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ആണ്. സ്പെർമാറ്റിഡ് ഉണ്ടാകുക.
അതിന് നമ്മൾ 3 ഫേസ് പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ്, മെച്ചുറേഷൻ ഫേസ്. ആ ഫേസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്പെർമാറ്റിഡ്സ് കിട്ടും. 4 സ്പെർമാറ്റിഡുകൾ ഉണ്ടാവും. ആ സ്പെർമാറ്റിഡ് അത് സെല്ലാണ്. ആ സ്പെർമാറ്റിഡ് ഫങ്ഷണൽ സ്പേമായിട്ട് മാറുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് എന്ത്? സ്പെർമിയോജെനിസിസ്. അപ്പോൾ ചിലപ്പോൾ സ്പെർമാറ്റോജെനിസിസും സ്പെർമിയോജെനിസിസും നമ്മൾ ഡിഫറൻസ് വയ്ക്കും. സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിനകത്ത് വരുന്നതാണ് സ്പെർമാറ്റോജെനിസിസ് വരുന്ന ഒരു ഘട്ടമാണ്, അല്ലേ? അതായത് സ്പെർമാറ്റോജെനിസിസിലെ ആദ്യത്തെ ഘട്ടമായ ആദ്യത്തെ കുറേ മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ്, മെച്ചുറേഷൻ ഫേസ്, ഈ കുറേ ഫേസ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്പെർമാറ്റിഡ് ഫങ്ഷണൽ സ്പേമായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിന് പറഞ്ഞ പേരാണ് സ്പെർമിയോജെനിസിസ്. അപ്പോൾ അതൊന്നും ഓർമ്മ വേണം. പിന്നെ മ്യൂസിസ് ആണ് ഇടയ്ക്ക് നടക്കുന്നത്. മെച്ചുറേഷൻ ഫേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ മ്യൂസിസ് ആണെങ്കിൽ 2 വട്ടമാണ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്പെർമാറ്റോഗോണിയത്തിൽ നിന്ന് 4 സ്പെർമാറ്റിഡുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ 4 സ്പേമുകളാണ് ഉണ്ടാകുന്നത്. ഊജെനിസിസ് വരുമ്പോൾ എന്താണ്? ഊജെനിസിസ് 3 ഫേസേ ഉള്ളൂ. അവിടെ നമ്മുടെ സ്പെർമിയോജെനിസിസ് പറഞ്ഞിട്ടുള്ള ഫേസ് ഇല്ല. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ്, മെച്ചുറേഷൻ ഫേസ്, ഈ 3 ഫേസേ ഉള്ളൂ. ഒരു ഊഗോണിയത്തിൽ നിന്ന് ഒറ്റ ഓവ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ഒരു സ്പെർമാറ്റോഗോണിയത്തിൽ നിന്ന് 4 സ്പേം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യാസം ഒന്ന് ഓർമ്മ വേണം. പിന്നെ അവിടുത്തെ മിയോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അണീക്വൽ ഡിവിഷൻ. ഒന്ന് വലിയ സെല്ലും ഒന്ന് ചെറിയ സെല്ല്. അതായത് സെക്കൻഡ് ഊസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡി, പിന്നെ ഊട്ടിഡ് സെക്കൻഡ് പോളാർ ബോഡി. അപ്പോൾ ആ പോളാർ ബോഡി എന്ന് പറഞ്ഞാൽ ഡീജനറേറ്റ് ചെയ്ത് പോകത്തതേ ഉള്ളൂ. അപ്പം ഒരു ഊഗോണിയത്തിൽ നിന്ന് ഒരു ഓവം മാത്രമേ ഫീമെയിൽസ് ഉണ്ടാകത്തുള്ളൂ. നേരെ മറിച്ച് മെയിൽസിനാണെങ്കിൽ ഒരു സ്പെർമാറ്റോഗോണിയത്തിൽ നിന്ന് 4 സ്പേംസ് ആണ് ഉണ്ടാകുന്നത്. അതൊന്ന് ഓർമ്മ വേണം. അപ്പോൾ ആ ഒരു ഇതാണ് ഗ്യാമറ്റോജെനിസിസിനകത്ത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകിൽ ഗ്യാമറ്റോജെനിസിസ് നോക്കുകയാണെങ്കിൽ സ്പെർമാറ്റോജെനിസിസ് എഴുതണം, ഊജെനിസിസ് എഴുതണം. അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യം സ്പെർമാറ്റോജെനിസിസ്, ഡിഫറൻഷിയേറ്റ് സ്പെർമാറ്റോജെനിസിസ് ആൻഡ് ഊജെനിസിസ് എന്ന് പറയും. അന്നേരം 2 എഴുതണം. മറ്റൊന്ന് ചോദിക്കുന്നത് സ്പെർമാറ്റോജെനിസിസ് എന്താണ്, അതേപോലെ തന്നെ സ്പേമിൻ്റെ സ്ട്രക്ചറും എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് ചോദിക്കുന്നത്. സ്പേമിൻ്റെ സ്ട്രക്ചർ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതറിയാം, അക്രോസോമിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. സ്പേമിൻ്റെ ഹെഡിന് മുകളിലായിട്ടുള്ള ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ് എന്താണ് അക്രോസോം എന്ന് പറയുന്നത്. അക്രോസോമിൻ്റെ പ്രത്യേകത അതിനകത്ത് ലൈറ്റിക് എൻസൈംസ് മീൻസ് ഡൈജഷൻ സഹായിക്കുന്ന കുറേ എൻസൈമുകളുണ്ട്. ആ എൻസൈംസിൻ്റെ സഹായത്തോട് കൂടിയാണ് ഓവത്തിലേക്ക് സ്പേം തുളച്ച് കയറുന്നത്. ഓവത്തിൻ്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടല്ലോ. ഓവത്തിന് ചുറ്റും കുറേ എന്താണ് വിറ്റലൈൻ മെംബ്രെയിൻ ഉണ്ട്, സോണ പെല്ലൂസിഡ ഉണ്ട്, കൊറോണ റേഡിയേറ്റീവ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ തുളച്ചിട്ട് വേണം സ്പേമിന് അകത്തേക്ക് കയറാൻ. അപ്പോൾ അകത്തേക്ക് കയറാൻ സഹായിക്കുന്നത് ഈ ലൈറ്റിക് എൻസൈംസ് ആണ്. അത് എൻസൈംസ് നിറഞ്ഞിരിക്കുന്ന ബാഗാണ് എന്ന് പറയുന്നത് അക്രോസോം. ആ ഒരു സാധനം ഓർമ്മ വേണം. ഓക്കെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിളാണ്. അത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫേസുകൾ ഫോളിക്കുലർ ഫേസ്, ദെൻ ഓവുലേറ്ററി ഫേസ്, ലൂട്ടിയൽ ഫേസ്. ഇങ്ങനെ ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി ഓവുലേഷൻ നടക്കുന്ന ഫേസാണ്. അത് കൃത്യം നോർമലായിട്ട് മെൻസ്ട്രേഷൻ നടക്കുന്ന സ്ത്രീയാണെങ്കിൽ 14th ഡേയിലാണ്. മെൻസ്ട്രൽ സൈക്കിൾ 28 ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ 14th ഡേയിലാണ് ഓവുലേഷൻ. അതിന് മുമ്പുള്ള ഫേസാണ് എന്താണ് ഫോളിക്കുലർ ഫേസ്. ഫോളിക്കുലർ ഫേസ് തൊട്ട് മുമ്പാണ് മെൻസ്ട്രൽ ഫേസ്. മെൻസ്ട്രൽ ഫേസ് എന്ന് പറഞ്ഞാൽ മെൻസസ് നടക്കുന്നതിൽ ആദ്യത്തെ ഒരു 4-5 ദിവസമാണ് മെൻസ്ട്രൽ ഫേസ്. അതിനുശേഷം ഒവേറിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു. പുതിയ ഒവേറിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അതാണ് ഫോളിക്കുലർ ഫേസ്. അത് 14ാമത്തെ ദിവസം എത്തിക്കഴിയുമ്പോൾ അത് മെച്ചോ ഒവേറിയൻ ഫോളിക്കിൾ അഥവാ ഗ്രാഫിക് ഫോളിക്കിൾ ബ്രേക്ക് ചെയ്യുന്നു, ഓവത്തെ റിലീസ് ചെയ്യുന്നു. അതാണ് ഓവുലേറ്ററി ഫേസ്. അത് ഒറ്റ ദിവസമേ. അതിനുശേഷം പിന്നെ നടക്കുന്നത് ഫോളിക്കുലർ സെല്ലെല്ലാം കൂടി ചേർന്നിട്ട് കോർപ്പസ് ലൂട്ടി ഉണ്ടാകുന്നു. അത് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്നു. അവൻ്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തനങ്ങൾ. അതാണ് ലൂട്ടിയൽ ഫേസ്. അപ്പോൾ ഈ 4 ഫേസ് ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹോർമോൺസ് ഇൻ മെൻസ്ട്രൽ സൈക്കിൾ, വാട്ട് ആർ ദ മേജർ ഹോർമോൺസ് ഇൻവോൾവ്ഡ് ഇൻ മെൻസ്ട്രൽ സൈക്കിൾ, അങ്ങനെ ചോദിക്കാം. മെൻസ്ട്രൽ സൈക്കിൾ ഇൻവോൾവ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്, എന്താണ് അവയുടെ ഫങ്ഷൻ, റോൾ എന്താണ്, ഹോർമോൺസിൻ്റെ റോൾ എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അതിനകത്ത് മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്. ഒരു ഗ്രാഫുണ്ട്, ആ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗ്രാഫിനകത്ത് 3 ഘട്ടമായിട്ട് അതായത് ഹോർമോൺസിൻ്റെ പ്രവർത്തനം കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് ഓവറിക്കുണ്ടാകുന്ന ചേഞ്ചസ് കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ യൂട്രസിനുണ്ടാകുന്ന ചേഞ്ച് കാണിക്കുന്നുണ്ട്. ആ ഗ്രാഫ് തന്നിട്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ള ചോദിക്കാറുണ്ട്. 4 ഹോർമോൺസാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഒന്ന് FSH, ഒന്ന് LH, ഒന്ന് ഈസ്ട്രജൻ,
ഒന്ന് പ്രൊജസ്ട്രോൺ. നാല് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാണിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത് പരീക്ഷിക്കുക. ഗ്രാഫ് പഠിക്കണം. വളരെ സിമ്പിളായിട്ട് ആ ഗ്രാഫ് നമുക്ക് കാണുമ്പോൾ അറിയാം. ആദ്യം FSH LH ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഒവേറിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാം. ഒവേറിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ച് ഈസ്ട്രജൻ്റെ അളവ് കൂടി വരുന്നത് കാണാം. ഈസ്ട്രജൻ്റെ അളവ് കൂടി വരുന്നതനുസരിച്ച് താഴെ ബ്രേക്ക് ചെയ്ത എൻഡോമെട്രി യൂട്രസിൻ്റെ വോള് അത് പാച്ച് വർക്കൊക്കെ ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ അത് പരിഹരിച്ച് വരുന്നത് കാണാം. 14ാമത്തെ ദിവസമായി കഴിയുമ്പോൾ പെട്ടെന്ന് LH സർജ് എന്ന് പറയും. LHൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പോൾ LHൻ്റെ അളവ് കൂടുന്ന സമയത്താണ് ഓവറിക്കകത്ത് ഗ്രാഫിക് ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നു. അങ്ങനെ ഓവത്തെ റിലീസ് ചെയ്തു. ഓവുലേഷൻ നടക്കും 14th ഡേ. ഓവുലേഷൻ നടന്നു കഴിയുമ്പോൾ അത് ഓവറി ഫോളിക്കിൾ റപ്ചർ ചെയ്തില്ല. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് പെട്ടെന്ന് കുറയും. ഈസ്ട്രജൻ മാക്സിമത്തിൽ വരെ എത്തിയായിരുന്നു. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കുറയും. പകരം ഈ റപ്ചേർഡ് ഫോളിക്കുലർ സെല്ലെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് കോർപ്പസ് ലൂട്ടി ഉണ്ടാകുന്ന പ്രൊജസ്ട്രോൺ. പിന്നാണ് പ്രൊജസ്ട്രോൺ അളവ് കൂടി വരുന്നത്. FSH LH നോർമലായിട്ട് മാറും. പിന്നെ കുറഞ്ഞു വരും, കൂടിയത് കുറഞ്ഞു വരും. ഈസ്ട്രജൻ്റെ അളവ് കുറയും, പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടും. പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് എൻഡോമെട്രിയം നല്ലവണ്ണമൊക്കെ ഡെവലപ്പ് ചെയ്ത് വരികയും കൂടുതൽ ബ്ലഡ് കാപ്പിലറീസ് ഡെവലപ്പ്, ഹൈലി വാസ്കുലറായിട്ട് യൂട്രൈൻ വോൾ മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 28ാം ദിവസമായി കഴിയുമ്പോൾ കോർപ്പസ് ലൂട്ടിയം, കോർപ്പസ് ആൽബിക്കൻസ് എന്ന് പറയുന്നൊരു വൈറ്റിഷ് ബോഡിയായിട്ട് ഡീജനറേറ്റ് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞു വരും. പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ എൻഡോമെട്രിയം വീണ്ടും ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത മെൻസസ് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് അവിടെ നടക്കുക. അപ്പോൾ ഈ 4 ഹോർമോൺസാണ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അത് ചോദിച്ചാൽ ഒത്തിരി പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹോർമോൺസ് ഇൻ മെൻസ്ട്രൽ സൈക്കിൾ, അല്ല വാട്ട് ആർ ദ മേജർ ഹോർമോൺസ് ഇൻവോൾവ് ഇൻ മെൻസ്ട്രൽ സൈക്കിൾ, അല്ലെങ്കിൽ ഗ്രാഫ് എന്നിട്ട് എന്താണ് നിങ്ങൾ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എഴുതാലോ. പിന്നെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഓവിഡക്റ്റ് വെച്ചാണ്. ഫെർട്ടിലൈസേഷൻ നടന്നത് സാധാരണ ഗതിയിൽ 7ാമത്തെ ദിവസമാണ്. അത് വന്ന് യൂട്രൈൻ ബോഡി വന്നിട്ട് അറ്റാച്ച് ചെയ്ത് കുഞ്ഞായിട്ട് എംബ്രിയോയിട്ട് മാറുന്നത്. ആ 7ാമത്തെ ദിവസം വരെ അതിങ്ങനെ ഫാലോപ്പിയൻ ട്യൂബിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഈ ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടാകുന്ന സൈഗോട്ട്, അതൊറ്റ സെല്ലാണ്. അത് ഡിവൈഡ് ചെയ്ത് പല സ്റ്റേജുകൾ കടന്നാണ് 7ാമത്തെ ദിവസം ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ രൂപത്തിൽ എവിടെ എത്തുന്നു? യൂട്രസിനകത്ത്, അല്ല ബ്ലാസ്റ്റുല എന്ന് പറയും. അത് യൂട്രസിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ ആ ബ്ലാസ്റ്റുല സ്റ്റേജിൽ അല്ലെ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ രൂപത്തിലാണത് അറ്റാച്ച് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു 1-2 ഘട്ടങ്ങൾ, ഒന്ന് സൈഗോട്ട് നമുക്കറിയാം. പിന്നെ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 8 മുതൽ 16 വരെയുള്ള സെല്ലായിട്ട് ഇതിരിക്കും. ആദ്യം ഇത് സൈഗോട്ടാണ്. പിന്നെ ഇത് 8 മുതൽ 16 വരെയുള്ള സെല്ലായിട്ട്, അതായത് ഒരു മൽബറി ഫ്രൂട്ട് പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേജാണ്. ഇതിൻ്റെ പേരാണ് മോറുല. അത് കഴിഞ്ഞിട്ടാണ് ഇതൊരു സ്പെർക്കസ് സ്ട്രക്ചറിലേക്ക് മാറും. അതിൻ്റെ പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിൽ ഏറ്റവും പുറത്തുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് ട്രോഫെക്ടോഡേം എന്ന് പറയും. ട്രോഫെക്ടോഡേം. അതിനകത്തുള്ള കുറേ സെല്ലുകൾ ഇതിങ്ങനെ ഒരു തേനീച്ചക്കൂട് പോലെ ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പറഞ്ഞ പേരാണ് ഇന്നർ സെൽ മാസ്. ഈ ഇന്നർ സെൽ മാസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് കുഞ്ഞായിട്ട് മാറും. ഈ ട്രോഫെക്ടോഡേം, ഈ പുറത്തെ ഈ പാലി സെല്ലുകളെല്ലാം കൂടെയാണ് പ്ലാസൻ്റ ആയിട്ട് മാറുന്നത്. അപ്പം ഈ സ്റ്റേജിലാണ് വന്ന് യൂട്രൈൻ വോളിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഗ്യാസ്ട്രുല എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ മോറുല, ബ്ലാസ്റ്റോസിസ്റ്റ്, ദെൻ ഗ്യാസ്ട്രുല. ഗ്യാസ്ട്രോ എന്ന് പറയുന്നത് 3 ലെയേർഡ് സെല്ലാണ്. എക്ടോഡേം, മീസോഡേം, എൻഡോഡേം, അറിയാം അല്ലേ? അപ്പോൾ ഈ 3 ലെയേഴ്സിൽ നിന്നാണ് നമ്മുടെ ബാക്കി എല്ലാ ബോഡി പാർട്സും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ +1 നമ്മൾ പഠിച്ചില്ല, ട്രിപ്ലോബ്ലാസ്റ്റിക്കാണ് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ 3 ജേം ലെയേഴ്സ് എന്നാണ് അതിന് പറയുന്നത് ഗ്യാസ്ട്രോ സ്റ്റേജിൽ. അപ്പോൾ 3 ജേം ലെയേഴ്സ് എന്നാണ് നമ്മുടെ മുഴുവൻ ബോഡി പാർട്സും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പടം തന്നിട്ട് ടെക്സ്റ്റിൽ ആ പടമുണ്ട്. ആ പടത്തിൽ ഓരോ ഘട്ടത്തിലും ബ്ലാസ്റ്റോസിസ് സ്റ്റേജിൽ എവിടെയാണ്, ആ ഭാഗത്ത് A ഇടും, B ഇടും, C ഇടും, അതിൻ്റെ പേര് എഴുതണം. അപ്പോൾ യൂട്രൈൻ വോളിനകത്തേക്ക് അല്ലെ ഫലോപ്പിന് വന്ന് തുറന്ന് യൂട്രസിനകത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അത് ഏത് സ്റ്റേജ് ആയിരിക്കും? അത് ബ്ലാസ്റ്റോസിസ് സ്റ്റേജ്. അതിന് മുമ്പുള്ളതൊക്കെ എവിടെ? ഫലോപ്പിൻ ട്യൂബിൽ വെച്ചാണ്. അതൊന്നും ഓർമ്മ വേണം. ദെൻ പ്ലാസൻ്റയുടെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പ്ലാസൻ്റ അമ്മയും കുഞ്ഞും തമ്മിലൊരു കണക്റ്റിംഗ് ബ്രിഡ്ജാണ് അല്ലേ? നമ്മുടെ കോറിയോണിക്
പ്ലാസൻ്റ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം കോറിയോൺ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിനാണ് നമ്മുടെ പ്ലാസൻ്റയുടെ ഒരു പ്രധാന ഭാഗമായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കോറിയോണിക് പ്ലാസൻ്റയാണ് ഹ്യൂമൻ പ്ലാസൻ്റ. അപ്പോൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ന്യൂട്രിയൻസിൻ്റെ എക്സ്ചേഞ്ച്, ഗേഷ്യസ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയലിൻ്റെ എക്സ്ചേഞ്ച്, ഇതൊക്കെ സാധ്യമാകുന്ന പ്ലാസൻ്റയിൽ കൂടിയാണ്. പക്ഷേ അതിനെക്കാട്ടി വലിയ പ്രാധാന്യമുള്ളൊരു കാര്യം കൂടി പ്ലാസൻ്റയിലുണ്ട് എന്നുള്ളത്, പ്ലാസൻ്റ ടു ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് കൂടി ആക്ട് ചെയ്യുന്നുണ്ട് പ്ലാസൻ്റ. എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്? ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലേ? ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്ലാൻഡ് ആയിട്ട് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, പ്ലാസൻ്റൽ ലാക്ടോജൻസ്, റിലാക്സിൻ മുതലായവയാണ് പ്രധാനപ്പെട്ട പ്ലാസൻ്റയുടെ ഹോർമോണുകൾ. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, പ്ലാസൻ്റൽ ലാക്ടോജൻ, റിലാക്സിൻ തുടങ്ങിയവ പ്രധാനപ്പെട്ട ഹോർമോണുകളാണ്. ആ ഹോർമോണുകളുടെ പേര് എന്തുകൊണ്ടാണ് പ്ലാസൻ്റ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഈ ഹോർമോണിൻ്റെ പേര് എഴുതി വെക്കണം. ഈ ഹോർമോണുകളെ കൂടി അവൻ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് കൂടി ആക്ട് ചെയ്യുന്നത് ഈ പ്ലാസൻ്റ. അപ്പോൾ അതാണ് പ്ലാസൻ്റയുടെ ഒരു ഇമ്പോർട്ടൻസ്. ക്ലിയർ ആയല്ലോ? ദെൻ പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, വാട്ട് ആർ ദ മേജർ ഇവൻറ്റ്സ് അല്ലെ മേജർ ഫീച്ചേഴ്സ് of embryonic development at various stages of pregnancy, various months of pregnancy. 10 മാസം നമ്മൾ ഏറ്റവും ഇതായിട്ട് പറഞ്ഞാൽ 9 മാസം 9 ദിവസം 280 ദിവസമാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഗസ്റ്റേറ്ററി പീരീഡ് അല്ല, ഗസ്റ്റേഷൻ എന്ന് പറയുന്നത് 280 days ആണ്. നമ്മൾ റൗണ്ട് ചെയ്ത് 10 മാസം എന്ന് പറയും. ഈ സമയത്ത് ഓരോ മാസവും എന്തൊക്കെ മാറ്റങ്ങളാണ് എംബ്രോയ്ക്ക് നടക്കുന്നത് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് ചെറിയൊരു പാരഗ്രാഫായിട്ട് 1 മാസം കഴിയുമ്പോൾ ഇന്നയൊക്കെ, 2 മാസം കഴിയുമ്പോൾ ഇന്നയൊക്കെ, അല്ലേ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്നത് ചെറിയ ടേബിളാക്കി എഴുതിക്കിട്ട് അങ്ങോട്ട് 1 മാസം കഴിയുമ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നതൊക്കെ, 1 മാസം കഴിയുമ്പോൾ സ്റ്റെതസ്കോപ്പ് എടുത്ത് ഇവിടെ വെച്ച് നോക്കിയാൽ എന്താ കുഞ്ഞിൻ്റെ ഹാർട്ട് അവിടെ അല്ല, ഇത് അമ്മയുടെ ഹാർട്ടായിരിക്കും, വയറിൻ്റെ അവിടെ വെച്ച് നോക്കണം. അപ്പോൾ ഹാർട്ട് ബീറ്റ് ഡോക്ടറിന് കേൾക്കാൻ പറ്റും. അപ്പോൾ 1 മാസം കഴിയുമ്പോൾ തന്നെ ഹാർട്ട് ഡെവലപ്പ് ചെയ്തിരിക്കും പ്രഗ്നൻസിയുടെ. 2 മാസം കഴിയുമ്പോൾ ഒരുമാതിരിപ്പെട്ട മേജർ ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത്, കൈകാലുകൾ, ലിംസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരും 2 മാസം കഴിയുമ്പോൾ. 5 മാസം ആകുമ്പോഴാണ് ഫസ്റ്റ് മൂവ്മെൻറ്റ്, അവൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് മൂവ്മെൻറ്റ് നടക്കുന്നു, തലയിൽ ചെറിയ രോമങ്ങളൊക്കെ കിളിച്ച് വരുന്നത്. അത് 9 മാസം കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് ഫുള്ളി ഡെവലപ്ഡായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ സ്റ്റേജ് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഇത് കൃത്യമായിട്ട് പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പാർച്ചൂറിഷാണ്. പാർച്ചൂറിഷൻ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഡിവൈൻ പാർച്ചൂറിഷൻ എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കുന്നത്. ഒന്നില്ല, പാർച്ചൂറിഷൻ എന്താണ്? ചൈൽഡ് ബർത്തിൻ്റെ ഒരു എന്താണ് ആലങ്കാരികമായ വേർഡാണ്, അല്ലേ? ആ ചൈൽഡ് ബർത്തിന് പറയുന്ന പേരാണ് പാർച്ചൂറിഷൻ. പാർച്ചൂറിഷന് പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയുന്ന റിഫ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. അതാണ് ശരിക്കും പാർച്ചൂറിഷനിലേക്ക് നയിക്കുന്നത്. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫീറ്റസിനെ വെളിയിലേക്ക് തള്ളാൻ വേണ്ടിയുള്ള റിഫ്ലക്സ് പ്ലാസൻ്റയിലും യൂട്രൈൻ വോൾവുമായിട്ട് നടക്കുന്നുണ്ട്. അതിനെയാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ആ റിഫ്ലക്സ് ആണ് ശരിക്കും ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അവിടുന്ന് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. ഓക്സിറ്റോസിൻ വന്നിട്ട് ഈ യൂട്രൈൻ പോലുള്ള സ്മൂത്ത് മസിലിൽ ചുരുങ്ങുന്നതിന് കാരണമാണ്. അപ്പോൾ ചുരുങ്ങുമ്പോൾ കുഞ്ഞിനെ ശകലം വെളിയിലേക്ക് തള്ളും. അപ്പോൾ ഇത് ചുരുങ്ങുമ്പോൾ വീണ്ടും ഹൈപ്പോതലാമസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് വീണ്ടും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഓക്സിറ്റോസിൻ ഇല്ല. അപ്പോൾ കൂടുതലങ്ങ് ചുരുങ്ങും. അപ്പോഴാണ് ഈ പെയിൻ വരുന്നത്. ഇവിടുത്തെ യൂട്രൈൻ പോലുള്ള മസിൽ കണ്ടമാനം കൂടി ചുരുങ്ങാൻ തുടങ്ങുമ്പോഴാണ് വേദന വരുന്നത്. അപ്പം അങ്ങനെ ആ പ്രോസസ്സ് നടന്നതിൻ്റെ ഫലമായിട്ട് എന്ത് നടക്കും? നാച്ചുറൽ ഡെലിവറി, അല്ലേ? പാർച്ചൂറിഷൻ, ലേബർ, ചൈൽഡ് ബർത്ത് എന്നൊക്കെ പറയും, ഇത് നടക്കും. ഓക്കെ, ഒരു കാര്യവും കൂടി ഈ ചാപ്റ്ററിൽ പഠിക്കണം. അതാണ് 9ാമത്തെ കാര്യം. ആ കാര്യം ഇതാണ്, ഇമ്പോർട്ടൻസ് ഓഫ് കൊളസ്ട്രോൾ. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടും, അല്ലേ? ആ പാൽ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെ ഫസ്റ്റ് സെക്രേറ്റ് ചെയ്യുന്ന പാലിന് പറയുന്ന പേരാണ് കൊളസ്ട്രോൾ. അതൊരു യെല്ലോയിഷ് കളറായിരിക്കും. സാധാരണ പാല് വെള്ള കളറാണ്, പക്ഷേ ഇതൊരു യെല്ലോയിഷ് കളറാണ്. വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അമ്മയുടെ ബോഡിയിലുണ്ടാകുന്ന ആൻറ്റിബോഡി കുഞ്ഞിലേക്ക് കൈമാറി വരുന്നത് പാസീവ് ഇമ്മ്യൂണിറ്റി, കുഞ്ഞിന് കിട്ടുന്ന ആദ്യത്തെ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആരിൽ കൂടിയാണ്? ഈ മിൽക്കിൽ കൂടി, കൊളസ്ട്രോളിൽ കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായും ആദ്യത്തെ മിൽക്കായ കൊളസ്ട്രോൾ കുഞ്ഞിന് കൊടുത്തിരിക്കണം. ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കൊളസ്ട്രോൾ. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കൊളസ്ട്രോൾ എന്ന് ചോദിക്കും.
അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്രേറ്റ് മിൽക്കിന്ന് അല്ലേ, ജസ്റ്റ് ആഫ്റ്റർ ദി ഡെലിവറി ഓഫ് ചൈൽഡിന് ഡെലിവറിക്ക് ശേഷം ആദ്യം ഉണ്ടാകുന്ന പാലിന് പറയുന്ന പേരാണ് കൊളസ്ട്രോൾ. അതിനകത്ത് ഒത്തിരി ആൻറ്റിബോഡീസ് ഉണ്ട്. ആ ആൻറ്റിബോഡീസ് കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ക്ലിയറായോ? ഇത് അങ്ങോട്ട് മനസ്സിരുത്തി വായിച്ച് മാർഗം എങ്ങും പോകത്തില്ല, നമ്മുടെ കീശയിൽ തന്നെ അടക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, ബന്ധപ്പെട്ട് വരുന്ന നിങ്ങളൊന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടി കൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ട ചാപ്റ്ററാണ്. കുറച്ച് ചെറിയ ടോപ്പിക്കുകളേ ഉള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമുക്ക് പഠിച്ചോണം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം അമ്നിയോസെൻറ്റസിസ് എന്ന് പറയുന്നൊരു ടേമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ അമ്നിയോസെൻറ്റസിസ്? അല്ലെ അമ്നിയോസെൻറ്റസിസ് എന്താണ് എന്ന് ചോദിക്കുക. അമ്നിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ഡയഗ്നൈസിങ് മെത്തേഡാണ്. നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം കുഞ്ഞ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നൊരു വെള്ളത്തിൽ നീന്തി തുടിച്ചാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കുഞ്ഞിൻ്റെ ഡെഡ് സെല്ലുകൾ, ഈ ഡെഡ് സെൽസ് സിറിഞ്ച് ഉപയോഗിച്ച് നമുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആ സെല്ല് വെച്ചുകൊണ്ട് ക്രോമസോം നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡർ, ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ കുഞ്ഞിൻ്റെ ഹെറിഡിറ്ററി ഡിസോർഡേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് വല്ലതും ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സങ്കേതമാണ് അമ്നിയോസെൻറ്റസിസ്. പക്ഷേ ഇതിനൊരു വലിയ വിഷയം ഉണ്ടായി. ആ വിഷയം വേറൊന്നുമല്ല, അമ്നിയോസെൻറ്റസിസ് നടത്തി കഴിയുമ്പോൾ എക്സ് ക്രോമസോമും വൈ ക്രോമസോമും ആണെങ്കിൽ കുട്ടിയാണ്, 2 എക്സ് ക്രോമസോം ഉണ്ട്, കുട്ടി പെണ്ണാണ്. ഇത്തരത്തിൽ കുഞ്ഞിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ആ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ടെസ്റ്റിനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ വന്നപ്പോഴാണ് അതിന് സ്റ്റാറ്റ്യൂട്ടറി ബാൻ വന്നു, നിയമപരമായി നിരോധനം വന്നു. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യുക, അബോർട്ട് ചെയ്യുക എന്നൊരു രീതിയിലേക്ക് അങ്ങനെ പോയി, ഫീമെയിൽ ഫീറ്റിസൈഡ്. അപ്പോൾ ആ രീതിയിലേക്ക് പോയതിൻ്റെ ഫലമായിട്ടാണ് അതിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാൻ വന്നത്. ഏതിന്? അമ്നിയോസെൻറ്റസിസ്. ആക്ച്വലി അമ്നിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കുഞ്ഞിൻ്റെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, കാരണം ജനറ്റിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, പരിഹരിക്കാൻ പറ്റത്തില്ല, അത് അബോർട്ട് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെസ്റ്റാണ്. പക്ഷേ അതിനെ മിസ്യൂസ് ചെയ്യുമെന്നുണ്ട്. കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ടെസ്റ്റിന് മിസ്യൂസ് ചെയ്തു. ആ ഒരു മിസ്യൂസിൻ്റെ ഫലമായിട്ടാണ് അത് ബാൻ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വന്നത്. അപ്പോൾ അത് ഒന്ന് ഓർമ്മ വേണം, എന്താണ് അമ്നിയോസെൻറ്റസിസ്, എന്തുകൊണ്ടാണ് അത് ബാൻ ചെയ്തത്. ദെൻ രണ്ടാമത്തെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ഈ ചാപ്റ്ററിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ആർ ദ മേജർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, ഗർഭനിരോധന മാർഗ്ഗങ്ങൾ, പ്രധാനപ്പെട്ട ഗർഭനിരോധന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു 5-6 തരത്തിലുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് നാച്ചുറൽ മെത്തേഡ്. നമുക്കറിയാം എന്താ നാച്ചുറലായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, പണ്ട് മുതലേ പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. അതിലൊന്ന് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സേഫ് പീരീഡ്. അതായത് ഓവുലേഷൻ നടക്കുന്ന 14th ഡേയിലാണെന്ന് പറഞ്ഞു. ഓവുലേഷൻ ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ 2-3 ദിവസത്തിന് ഒരു ദിവസം കഴിഞ്ഞാണല്ലോ സെക്ഷൽ ഇൻ്റർകോഴ്സ് കോയിറ്റസ് നടക്കുകയാണെങ്കിൽ എന്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുകയും പ്രഗ്നൻ്റ് ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് യാതൊരു കാരണവശാലും സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്താതിരിക്കുക അല്ലെങ്കിൽ കോയിറ്റസ് നടത്താതിരിക്കുക. അതിന് മുമ്പുള്ളത് നമ്മൾ ഇച്ചിരി കൂട്ടിയിടും. കാരണം ഈ കൃത്യ 14th ഡേയിൽ തന്നെ ഓവുലേഷൻ നടക്കണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അതുകൊണ്ടൊരു 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങൾ, മെൻസ്ട്രൽ സൈക്കിളിൽ 10 മുതലുള്ള 17 വരെയുള്ള ദിവസം ഹൈലി റിസ്ക് ആയിട്ടുള്ളൊരു പീരീഡാണ്. അതിന് മുമ്പാണേലും, അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, 5 ദിവസം തന്നെ മെൻസസ് ആണ്, മെൻസ്ട്രൽ ഫ്ലോ ബ്ലീഡിങ്ങാണ്. അതിന് ശേഷം 10 വരെയുള്ള ദിവസം, 17 മുതൽ അല്ലെങ്കിൽ 18 മുതൽ 28 ദിവസം വരെ, 28ാമത്തെ ദിവസം വരെയുള്ള ദിവസം, ഇത്രയും ദിവസം എന്താണ് കമ്പാരിറ്റീവ്ലി സേഫാണ്. ആ സമയത്ത് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നാൽ പ്രഗ്നൻ്റ് ആകത്തില്ല. അപ്പോൾ ആ ഒരു ഇതിന് പറഞ്ഞ പേരാണ് എന്താണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറയും. പിന്നെ ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന സ്ത്രീകളിൽ ആദ്യത്തെ ഒരു 6 മാസക്കാലത്തേക്ക് ഓവുലേഷൻ നടക്കില്ല. കാരണം ഓവറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് വരത്തില്ല. 6 മാസം കഴിഞ്ഞാണ് എപ്പോഴും ഓർത്തണം, സാധാരണഗതി എന്നേ പറയാവൂ. അപ്പോൾ സാധാരണഗതിയിൽ ഈ 6 മാസത്തിന് ശേഷമേ ഓവുലേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ 6 മാസക്കാലം സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത വളരെ
കുറവാണ്. പക്ഷേ അതിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 2 മാസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യും, വിട്ടുപോത്തേ ഉള്ളൂ. അപ്പോൾ ഈ സേഫ് പീരീഡ് നമ്മൾ മുമ്പ് നോക്കിയില്ല, എന്താണ് പീരിയോഡിക് ആബ്സ്റ്റൻസ്, അതും പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ സ്ത്രീകളിലും മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ കൃത്യം 28 ദിവസമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി വരും. അങ്ങനെ മാറി വന്നാൽ പെട്ടുപോയി. ഇത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ വെട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ 3ാമത്തെ ഒരെണ്ണമാണ് പീരിയോഡിക് ആബ്സ്റ്റൻസായി ലാക്ടേഷണൽ അമിനോറിയായി. മറ്റ് ഒന്ന് പറഞ്ഞാൽ കോയിറ്റസ് ഇൻട്രപ്റ്റ് ഓർ വിഡ്രോവൽ. അത് എന്തുവാ, സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കാം, സ്പേംസിനെ ഫീമെയിൽ റിപ്രഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് റിലീസ് ചെയ്യാതെ അതിന് മുമ്പ് അതിൽ നിന്ന് മാറുക, അത്രേ ഉള്ളൂ. അതും ചിലപ്പം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 നാച്ചുറൽ മെത്തേഡ് ഹൈലി റിസ്ക് ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കും. പക്ഷേ പണ്ട് കാലത്ത് മുതൽ പ്രാക്ടീസ് ചെയ്ത് വന്ന 3 മെത്തേഡുകൾ ഇതാണ്. അതാണ് 1ാമത്തെ നാച്ചുറൽ മെത്തേഡ്. നാച്ചുറൽ മെത്തേഡ് കഴിഞ്ഞ് അടുത്തത് ബാരിയേഴ്സ് ആണ്. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തടസ്സം അല്ലേ. അപ്പൊ ബാരിയേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കോണ്ടംസ് ആണ് പ്രധാനപ്പെട്ട ഒരു ബാരിയേഴ്സ്. അതുപോലെ തന്നെ സെർവിക്കൽ ക്യാപ്സ് ഉണ്ട്, ഡയഫ്രം ഉണ്ട്, ഇതൊക്കെ പലതരത്തിലുള്ള ബാരിയേഴ്സ് ആണ്. 3ാമത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ IUDs ആണ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. അത് ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നോൺ മെഡിക്കേറ്റഡ് IUDs ഉണ്ട്, ഹോർമോൺ റിലീസിങ് IUDs ഉണ്ട്, കോപ്പർ റിലീസിങ് IUDs ഉണ്ട്. കോപ്പർ റിലീസിങ് IUDs കോപ്പർട്ടി ആണ് ഏറ്റവും ഇതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് നമ്മൾ പറയുന്ന IUDs ആണ്. അതിൽ കോപ്പർട്ടിയാണ് ഏറ്റവും ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അപ്പം എന്തുകൊണ്ടാണ് IUDയെ എന്താണ് ഏറ്റവും നല്ല രീതിയിലുള്ള കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന്, മാതൃകാപരമായ ഒരു കോൺട്രാസെപ്റ്റീവ് എന്ന് IUD എന്ന് പറയാൻ കാരണം സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. പിന്നെ 99% സക്സസ് ആണ്. ഈ സക്സസ് ഉദ്ദേശിക്കുന്നത് എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ ബാരിയേഴ്സ്, കോണ്ടംസിന് 2 ഗുണങ്ങളുണ്ടെന്ന്, ഒരു കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മറ്റൊന്ന് STDs-നെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ഗുണം കോണ്ടംസിനുണ്ട്, അത് കുഴപ്പമാണ്. പിന്നെ ഇത് ഓരോന്നിന്റെ ഇവിടെ ഫൈൻ ടോളറൻസ് ഉണ്ട്. ഇപ്പൊ കോപ്പർ റിലീസിങ് IUDs പലതരത്തിലുണ്ട്, ഹോർമോൺ റിലീസിങ് IUDs പലതരത്തിലുണ്ട്, നോൺ മെഡിക്കൽ IUDs അത് തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഫൈൻ ടോളറൻസ് ഗീവറീസൺ ചോദിക്കും, അങ്ങനെ ചോദിക്കും. പിന്നെ ഐഡന്റിഫൈ ചെയ്യും, മാച്ച് ദ ഫോളോവിങ് ആയിട്ട് ചോദിക്കും. അപ്പം ഇപ്പത്തെ IUD ഇപ്പത്തെ അതിൽ ഏതെങ്കിലും ബ്രാൻഡ് നെയിം കാണും, അങ്ങനെ അവ തമ്മിൽ ചെയ്യാൻ ചോദിക്കും, മാച്ച് ദ ഫോളോവിങ് അങ്ങനെയും ചെയ്യും. പിന്നെ IUD കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പിൽസ് ആണ്, ഹോർമോൺ ടാബ്ലറ്റ്സ് ആണ്. പിൽസ് ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും അടങ്ങിയുള്ള ടാബ്ലറ്റ്സ് ആണ്. അതിന് പക്ഷേ സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റുന്ന സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇഞ്ചക്ഷൻസ് ആൻഡ് ഇംപ്ലാന്റ്സ് ആണ്. അത് ഹോർമോൺ തന്നെയാണ്, അത് ഇഞ്ചക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് സ്കിന്നിലേക്ക് ഇൻസെർട്ട് ചെയ്ത് ഉപയോഗിക്കുകയോ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഉണ്ടാകത്തില്ല. അപ്പൊ ആ ഒരു കോൺട്രാസെപ്റ്റീവ് ആണ് ഇഞ്ചക്ഷൻസ് ആൻഡ് ഇംപ്ലാന്റ്. ലാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സർജിക്കൽ മെത്തേഡ്. സർജിക്കൽ മെത്തേഡിനകത്ത് വരുന്നത് മെഡിസിൻസ് ചെയ്യാറുണ്ട്, ഫീമെയിൽസ്. നമ്മൾ പ്രസവം നടത്തി എന്ന് പറഞ്ഞതല്ലേ, അത് ആക്ച്വലി എന്തെന്ന് വെച്ചാൽ ട്യൂബെക്ടമി എന്ന് പറയുന്ന ഒരു ചെറിയ, അതായത് ഫലപ്പിടിവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവിക ഇങ്ങോട്ട് വരത്തില്ല, ഫർദൈസേഷൻ നടക്കത്തില്ല, അതാണ് ട്യൂബെക്ടമി. മെഡിസിൻ ചെയ്യുന്ന മാസ് റെഫറൻസ് കട്ട് ചെയ്യും, അതിനെ വിളിക്കും മാസെക്ടമി. മെഡിസിൻ ചെയ്യാം, ഫീമെയിൽസ് ചെയ്യാം. സർജിക്കൽ മെത്തേഡിന്റെ പ്രത്യേകത റിവേഴ്സിബിലിറ്റി ഇല്ല. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കോൺട്രാസെപ്റ്റീവ്സ്. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു. മറ്റൊന്ന് MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ. ഇൻഡ്യൂസ്ഡ് അബോർഷൻ ചില കേസിൽ കുഞ്ഞിനോ അമ്മയ്ക്കോ ഒക്കെ തകരാറ്, ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുഞ്ഞിനോ അല്ലെങ്കിൽ 2 പേർക്ക് പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്, ഇപ്പം മരുന്ന് കഴിച്ചിട്ടിരിക്കും, ഇപ്പൊ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിച്ചായിരുന്നു, അപ്പൊ കോൺട്രാസെപ്റ്റീവ്സിന് തകരാറ് പ്രഗ്നന്റ് ആയെങ്കിൽ അങ്ങനെയുള്ള കാരണങ്ങളാൽ മാത്രമേ നമ്മൾ പ്രഗ്നൻസി അനുഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിന് വിധികരം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇനി വേറെ കാര്യങ്ങൾ ഓർക്കുന്ന, ആ ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആ പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ഇത് ചെയ്തോളാം. പിന്നെ വരുമ്പോൾ റിസ്ക് കൂടും. MTP എന്താ ചോദിക്കുക, എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. STDs അതുപോലെ ചോദിക്കുക, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ വെനറിയൽ ഡിസീസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഇങ്ങനെ പല പേര് അറിയപ്പെടും. ഈ STDs എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള STD എന്ന് പറയുന്നത് AIDS ആണ്, അല്ലെ, HIV ഇൻഫെക്ഷൻ ആണ്.
അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, ജെനൈറ്റ വാഴ്സ് ഉണ്ട്, ജെനൈറ്റ ഹെർബ്സ് ഉണ്ട്, സിഫിലിസ് ഉണ്ട്, ക്ലാമിഡിയാസിസ് ഉണ്ട്. അങ്ങനെ പല തരത്തിലെ എന്താണ് അസുഖങ്ങൾ, ഗുണേറിയുണ്ട്, പല തരത്തിലുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളുണ്ട്. അപ്പോൾ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ചില ഡിസീസ്, ഇപ്പോൾ എയ്ഡ്സ് വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചികിത്സയില്ല, നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള ഒട്ടുമിക്ക രോഗങ്ങൾ നമ്മൾ ഏറെ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നോക്കുന്നു. പിന്നെ ഇതിനെ ചോദ്യത്തിന് എസ്റ്റി എന്താണ്, എങ്ങനെ നമുക്കത് അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് പ്രിവെന്റ് ചെയ്യാം. അവോയ്ഡ് ചെയ്യുന്നതിനൊക്കെ പ്രിവെന്റ് ചെയ്യും. ആ പ്രിവെന്റ് ചെയ്യാൻ 3 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നു. അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്ണർ ഓർ മൾട്ടിപ്പിൾ പാർട്ട്ണർഷിപ്പ്. മൾട്ടിപ്പിൾ പാർട്ട്ണർ, ഒന്നിൽ കൂടുതൽ പങ്കാളികളോ അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത പങ്കാളികളുമായിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് നടത്താതിരിക്കുക. രണ്ടാമത്തെ എന്താണ്, ഓൾവേസ് യൂസ് കോണ്ടം ഡ്യൂറിങ് കോയിറ്റസ്. സെക്ഷൽ കോയിറ്റസ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യുക, കോണ്ടം യൂസ് ചെയ്യുക. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് go to a medical practitioner for early detection and treatment. ഇതൊന്നും ഡൗട്ട് തോന്നിയോളാം, ഞാൻ ഒരു ഡോക്ടറെ സമീപിക്കുക, പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കുക, ഡയഗ്നോസ് ചെയ്യുക, ട്രീറ്റ്മെന്റ് നടത്തി ക്യൂർ ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് പരിശീലിച്ച് വയ്ക്കാറ്. ഈ ഒറ്റ കാര്യങ്ങളുണ്ട്, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന അതിന്റെ ട്രീറ്റ്മെന്റ് അറിയപ്പെടുന്നത് അസിസ്റ്റഡ് റീപ്രഡക്റ്റീവ് ടെക്നോളജീസ്, ആർട്ട് എന്ന ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നത്. ആർട്ട് അത് എക്സ്പാൻഡ് ചെയ്യേണ്ടി എക്സ്പാൻഡ് ചെയ്യും. പരീക്ഷയ്ക്ക് മറ്റൊരു ചോദ്യം, ഇന്ന് ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ചിലപ്പോൾ അസുഖം സ്പെസിഫിക് ആയിട്ട് ഫീമെയിലിന് നോർമലായിട്ടുള്ള ഓവത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഇന്ന് യൂട്രസ് ഒക്കെ പ്രോപ്പറായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ആർട്ടായിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത്, ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും അവർക്ക് ഏറ്റവും ഗുണകരം എന്ന് തോന്നുന്നത്, അങ്ങനെയുള്ള ചോദ്യം ചോദിക്കാറ്. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് നമുക്കറിയണം. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡി അല്ലെ, ബോഡിക്ക് വെളിയിൽ സാധാരണ ഫെർട്ടിലൈസേഷൻ നടക്കാൻ പലപ്പോഴും ചോദിച്ചാൽ അതിന് ടെസ്റ്റ് ട്യൂബ് ഫെർട്ടിലൈസേഷൻ നടക്കാം. കളക്ട് ചെയ്യുക ഡോണേഴ്സിൽ അല്ലെങ്കിൽ പേരൻസിന് കളക്ട് ചെയ്യുന്ന ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന സാധനം ടെസ്റ്റ് ട്യൂബ് ചേർക്കാം. ആ ടെസ്റ്റ് ട്യൂബ് ചേർത്തതിന് ശേഷം ആ സൈക്കോട്ടിന് ഒന്നുകിൽ ഇപ്പം 8 ബ്ലാസ്റ്റോമിയർ വരെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാലോപ്പിൻ ട്യൂബിലേക്ക് തന്നെ സൈക്കോട്ട് ഇൻട്രാഫാലോപ്പിൻ ട്രാൻസ്ഫർ, അതായത് 8 വരെ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ 8 കൂടുതലാണെങ്കിൽ നമ്മൾ നേരെ യൂട്രസിലേക്ക് വരും, ഇൻട്രാ-യൂട്രൈൻ ട്രാൻസ്ഫർ. അപ്പൊ ഈ രണ്ടെണ്ണം ഫെർട്ടിലൈസേഷൻ ശേഷം സൈക്കോട്ടിനെ എപ്പോഴാണ് ഫീമെയിൽ ബോഡിയിലേക്ക് നിക്ഷേപിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാണ്. അത് 8 ബ്ലാസ്റ്റോമിയർ വരെ ആണെന്നുണ്ടെങ്കിൽ സൈക്കോട്ട് ഇൻട്രാഫാലോപ്പിൻ ട്യൂബിലേക്ക്, അത് കൂടുതലാണെങ്കിൽ നേരിട്ട് യൂട്രസിനകത്തേക്ക് വരെ നമ്മൾ റിലീസ് ചെയ്യുന്നത്. മറ്റൊന്ന് ഗിഫ്റ്റ്, ഗ്യാമറ്റ് ഇൻട്രാഫാലോപ്പിൻ ട്രാൻസ്ഫർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്യാമറ്റ് വാങ്ങിക്കുന്നു, ആ ഗ്യാമറ്റ് ഫീമെയിൽ ബോഡിയിലേക്ക് അല്ലെങ്കിൽ എന്താ ഇത് ചെയ്യുന്നു, അതിന് ശേഷം ഗ്യാമറ്റ് ഇൻട്രാഫാലോപ്പിൻ ട്രാൻസ്ഫർ, ഗിഫ്റ്റ് ഐസിഎസ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇൻജെക്ഷൻസ്. അതായത് ഇതിന്റെയൊക്കെ ഫുൾ ഫോം വരുന്ന മിക്കവാറും വരെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇൻജെക്ഷൻ സൈറ്റോപ്ലാസ്മിക രോഗത്തിന് സൈറ്റോപ്ലാസത്തിലേക്ക് ഡയറക്റ്റ് സ്പെർമിനെ എന്ത് ചെയ്യാം, ഇൻജെക്ട് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടത്തുന്ന ടെക്നിക്കാണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ മെയിൽ പാർട്ടുകൾ പ്രോപ്പറായിട്ട് ഇൻസെമിനേഷൻ നടത്താൻ പറ്റുന്നില്ലെങ്കിൽ അവിടുന്ന് സ്പെർംസിനെ കളക്ട് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഫീമെയിലൊക്കെ ട്രാക്കിലേക്ക് എന്ത് ചെയ്യാം, റിലീസ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട IVF, പിന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇൻജെക്ഷൻ, ICS. ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി പരിഹരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ. ഇത്രയാണ് ഇത് പരീക്ഷയിൽ ചോദിക്കും. അപ്പൊ ഈ 2 ചാപ്റ്റർ, ഇപ്പൊ ഇത് ചെറിയ ചാപ്റ്റർ അല്ല, ഈ 2 ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗവും പോത്തില്ല. ഇത്ര ഭാഗങ്ങൾ പഠിച്ചാൽ മതി. ഇത്ര ഭാഗങ്ങൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ അത്രയും പഠിച്ച് കഴിഞ്ഞാൽ ഈ 2 ചാപ്റ്റർ മാറും എന്നും പോത്തില്ല നിങ്ങളുടെ വീഴ്ചകൾ. ബാക്കി ചാപ്റ്ററായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. തെറ്റും വൈകി നോക്കാം.